നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ എന്തോ ഫിഷിനെ നമ്മൾ സെലക്ട് ചെയ്തൊന്നും കാര്യം അറിയില്ല. നമ്മൾ ഗപ്പിയാണ് ആദ്യം ആലോചിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഗപ്പി ആദ്യം നോക്കാം. എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും മനസ്സിൽ തോന്നുവാണെങ്കിൽ അവിടെ വെച്ച് വാങ്ങിക്കാൻ നമ്മളതങ്ങ് വാങ്ങിക്കും. അപ്പം അവിടെ പോയിട്ട് ബാക്കി വന്നിട്ട് നമുക്ക് കാണാം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഇരിക്കുന്ന സ്ഥലവും പിന്നെ നമ്മുടെ ഒരു റിങ്ങിൻ്റെ ടാങ്ക് ഇരിക്കുന്ന സ്ഥലവും അത്യാവശ്യം നല്ല രീതിയിൽ കാട് പിടിച്ച് മൊത്തം വേസ്റ്റൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. നമ്മൾ വരാത്തതുകൊണ്ട് തന്നെ ഒരുപാടധികം വള്ളിച്ചെടിയും മറ്റു കാര്യങ്ങളൊക്കെ പറന്ന് കയറിയൊക്കെ നിൽക്കുമായിരുന്നു. എന്തായാലും ആ സ്ഥലം നമ്മൾ വേണ്ടി ഈ കാണുന്ന പോലെ നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടേക്ക് ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഫുള്ള് സെറ്റാണ്. അത് നമുക്ക് പ്രത്യേകിച്ചും ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റിങ്ങിൻ്റെ ടാങ്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്യുമ്പം നമുക്കതിലത് കുറേയധികം കരിയിലയും കാര്യങ്ങളൊക്കെ വീണതുകൊണ്ട് അടിത്തട്ടിൽ കുറേയധികം കരിയിലയുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടാനുള്ള മീനെ വാങ്ങിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ മീനൊന്നും അല്ല, ജസ്റ്റ് സാധാ നമ്മൾ നോർമലി വാങ്ങിക്കുന്ന മീൻ എന്തുവാണോ അത്. നമ്മൾ ഗപ്പിയെ വാങ്ങിക്കാനായിരുന്നു പോയത്, പക്ഷേ ഗപ്പിയല്ല വാങ്ങിച്ചേക്കുന്നത്. ആ ഒരു കാര്യം എന്തായാലും പറഞ്ഞേക്കാം. അപ്പം നമുക്ക് നേരെ ഇത് ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാടധികം കരിയിലയും ഒരുപാടധികം കമ്പ് കോല് വേസ്റ്റ് കാര്യങ്ങളെല്ലാം കിടന്നിരുന്ന സ്ഥലമാണ്. നമ്മുടെ ആ ഒരു കാട് കാരണം വള്ളിച്ചെടി കാരണം നമ്മൾ ആ ഒരു ടാങ്ക് പോലും കാണുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ടാങ്ക് ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം. നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടാങ്ക് കാണുന്ന രീതിയിൽ വിസിബിൾ ആകുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ടാങ്ക് ഇപ്പോൾ നിൽപ്പുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടാങ്കാണ്. അപ്പോൾ ഈ ഒരു ടാങ്ക് നമുക്ക് മൊത്തം ഇതിലുള്ള കരിയിലയും അടിത്തരത്തിൽ നിറച്ച് കരിയിലാണ്. അപ്പോൾ അതുപോലെ നമുക്ക് മാറ്റി നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത് പുതിയ വെള്ളം ഇതിലേക്ക് നിറച്ച് കൊടുക്കാമെന്നാണ് തീരുമാനിക്കുന്നത്. പുതിയ വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നമ്മുടെ ഈ ഒരു പായലൊക്കെ കുറച്ച് നമുക്ക് മാറ്റിയേക്കാം, റിമൂവ് ചെയ്തേക്കാം. ഇത് ഒത്തിരി കിളിക്കുന്നതാണ്, പടരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ പായലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഒന്ന് ടാങ്ക് ഒന്ന് ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്യാം. എന്തായാലും ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലെ ഗപ്പികൾക്ക് നമുക്ക് കുറച്ച് ട്രീറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം കുറച്ച് മൈക്രോ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മൈക്രോ ഫുഡ് നമുക്ക് നമ്മുടെ ഗപ്പികൾക്ക് കൊടുക്കാം. കുറേ കുഞ്ഞുങ്ങളും കുറേ ചെറുതായ വളർച്ചയൊക്കെ കുറച്ച് മുരടിച്ച കുറേ ഗപ്പികളൊക്കെ ഉണ്ട്. അപ്പം അതുങ്ങളൊക്കെ കഴിച്ചങ്ങോട്ട് ഉഷാറാവട്ടെ. അപ്പോൾ നമ്മളിതിൻ്റെ മൈക്രോ ഫുഡ് നമ്മളങ്ങോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ എല്ലാവർക്കും പേടിയാണ് കേട്ടോ. കുറേ പേരൊക്കെ ഇപ്പം ആക്റ്റീവായിട്ട് താഴോട്ട് ചെല്ലുന്ന ഓരോ ഫുഡും എല്ലാവരും അറിഞ്ഞും പുറഞ്ഞും കഴിക്കുന്നുണ്ട്. എന്തായാലും കുറേ നാൾക്ക് ശേഷമാണ് ഫുഡൊക്കെ കാണുന്നത് നമ്മുടെ ഗപ്പീസ്. അപ്പം ഇതിലുള്ള എന്തെങ്കിലും നാച്ചുറലായിട്ട് കിട്ടുന്നതൊക്കെ കഴിച്ചാണ് ശരിക്കും ഇത്രയൊക്കെ വളർന്ന് നിൽക്കുന്നത്. എന്തായാലും നമുക്കിനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്ക് നമുക്ക് ഫുള്ള് സെറ്റാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ഈ ടാങ്ക് കിടക്കുന്ന ഇപ്പോൾ പച്ച മെത്ത ഒരിച്ച പോലുള്ള ഈ ഒരു പായലുണ്ടല്ലോ, ഈ പായൽ നമ്മൾ കുറച്ചങ്ങ് മാറ്റുവാണ്. ഇത് നമുക്ക് പിന്നെ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഒരു മഗ്ഗിലേക്ക് മാറ്റി വെക്കുവാണ്. കുറേ അങ്ങ് നമ്മൾ ഇത്രയും നമ്മൾ തിരിച്ച് ഇതിനകത്തോട്ട് ഇടത്തില്ല. ഇത്രയൊക്കെ കുറച്ചൊക്കെ നമ്മൾ ഒഴിവാക്കും. കാരണം ഇത് പിന്നെ പൊട്ടി കിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് നമുക്ക് അത്യാവശ്യം ആക്റ്റീവായിട്ട് നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് നമ്മൾ നോക്കി ഇതേപോലെ മാറ്റി വെക്കുവാണ്. പിന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാം എടുത്തങ്ങ് കളയുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ആ ഒരു ടാങ്കിലെ ഫുള്ള് പായൽ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ച് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും പായൽ മാറ്റാൻ നെറ്റ് കിട്ടിയായിരുന്നു. നമ്മളിപ്പോഴും ആലോചിച്ചാൽ നമ്മുടെ കയ്യിൽ നെറ്റ് ഇല്ലായിരുന്നു എന്ന്. നെറ്റ് പറഞ്ഞാൽ ഇവിടെ സൈഡിൽ പറഞ്ഞാൽ ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ സൈഡിൽ. അപ്പോൾ അതെടുത്തപ്പോഴത്തേക്കും ഒരുമാതിരി ശോകാവസ്ഥയാണ്, ഫുള്ള് കീറിപ്പറഞ്ഞ്. എന്തായാലും ഇത് വെച്ച് തന്നെ നമ്മൾ ബാക്കി പായലും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. കൈകൊണ്ട് റിമൂവ് ചെയ്യുന്ന നേരം കുറേ ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നെറ്റ് എന്തായാലും പൊട്ടില്ല, കീറിയതാണെങ്കിൽ പോലും ഇത് വെച്ചങ്ങ് നമ്മൾ ഫുള്ള് മാറ്റിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇപ്പോൾ അടിത്തട്ട് ഫുള്ള് കാണാം. നല്ല പോലെ കരിയിലുണ്ടെന്ന് വെച്ചാൽ നല്ല പോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനിയും മാറ്റണം. ഈ ഒരു വെള്ളം കളയണം. ഈ വെള്ളത്തിൽ മറ്റേ നമ്മൾ ആ നേരത്തെ ആ ഷോർട്സിൽ കാണിച്ചായിരുന്നൊരു പുഴു, നമ്മുടെ ആ ഒരു തുമ്പിയുടെ. അപ്പോൾ അത് ഫുള്ളിനകത്തിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് ഇഷ്ടം പോലെ കൈ കിട്ടുന്നുണ്ടായിരുന്നു പായൽ മാറ്റുന്ന കൂട്ടത്തിൽ. എന്തായാലും ഇനിയിപ്പം നമുക്ക് ആ ഒരു ഫേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ കിടക്കുന്നത് നമുക്ക് മാറ്റാം. ഈ ഒരു ടാങ്കിലെ ഫുള്ള് വെള്ളവും വറ്റിച്ചതിലെ കരിയിലെയും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് കാണുന്ന മണ്ണാണ്. ഈ ഒരു മണ്ണ് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ലെവലാക്കിയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു മണ്ണിലേക്ക് ഇനി നമുക്ക് വേണ്ട പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇനി നട്ടു കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നട്ടിട്ട് നമുക്ക് പതിയെ ഇതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടെ പണി കിടപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ടാങ്കിലേക്ക് നടാനുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നമുക്ക് എടുക്കണം. അത് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നട്ടു കൊടുത്തിട്ട് പതിയെ നമുക്ക് വെള്ളം ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇച്ചിരി ടൈം എടുക്കുന്ന പരിപാടിയാണ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് അതെല്ലാം കൂടെ ചെയ്തിട്ട് വരാം. ഇവിടെ തന്നെ ഒരു ഓട് എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെള്ളം നിറയ്ക്കുമ്പം ഒരുപാടധികം കലങ്ങാതിരിക്കാൻ നമുക്ക് ഈ ഒരു ഓടൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓട് തന്നെ ഇറക്കി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പതിയെ നമുക്ക് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ടു കൊടുത്തിട്ട് നമുക്ക് വെള്ളം നിറയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ പ്ലാന്റായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് നമ്മുടെ നേരത്തെ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങോട്ട് കിളിച്ച് കയറി വന്നൊരു പ്ലാന്റാണ് നമ്മളിവിടെ നിന്ന് എടുക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നമ്മളിതേപോലെ അങ്ങ് എടുക്കുവാണ്. ഈ ഒരു ടാങ്കിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വെച്ചൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. വെള്ളം ക്ലിയർ ആവുന്നതനുസരിച്ച് നമ്മുടെ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നു കയറി വന്നോളൂ.
ഈ ഒരു പ്ലാന്റ് കൂടെ എടുക്കാം. ഇത് നമുക്ക് കുറച്ച് നട്ടുകൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ ഒരുപാടധികം കിളിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡ്, എവിടെ ഒരു സൈഡൊന്നും കിട്ടുന്നില്ലല്ലോ. ഇവിടെ നിന്ന് പൊട്ടിക്കാം. നമ്മളിവിടുന്ന് പൊട്ടിച്ച് അങ്ങ് എടുക്കുകയാണ്. എന്നോട് ഇത്രശ്ശെ ഒരു പ്ലാന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ടാങ്കിലേക്ക് ഏതെങ്കിലും ഒരു സ്ഥലം നോക്കി അങ്ങ് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. കുത്തുവോ വെക്കുവോ എന്തേലും ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് നേരെ വെള്ളം നിറയ്ക്കാൻ തുടങ്ങാം. അങ്ങനെ വീണ്ടും കുറേ നേരത്തിന് ശേഷം നമ്മുടെ ആ ഒരു വെള്ളം നമ്മൾ ആ ഒരു ടാങ്കിലേക്ക് നിറച്ചിട്ടുണ്ട്. ഇപ്പം മൊത്തം കലങ്ങി കിടക്കുവാണ്. നിങ്ങൾക്ക് കാണാം, നമ്മൾ ആ നട്ട ചെടി പോലും ഇപ്പോൾ എല്ലാം പൊങ്ങി മണ്ടയ്ക്കോട്ട് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇതൊന്ന് തെളിയാൻ നമുക്കൊരു ടൈം കൊടുക്കണം. എന്തായാലും ചെടിയൊക്കെ അതേപോലെ നിൽക്കട്ടെ, നമുക്കിത് പിന്നെ പടർന്ന് കയറി വന്നോളും. എന്തായാലും ഇതിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളും ഉണ്ട്. ചെറിയ ചെറിയ തടിയുടെ പീസ്, ചെറിയ ചെറിയ ഇല, പിന്നെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മണ്ടയ്ക്ക് വന്ന് ഇങ്ങനെ പൊങ്ങി കിടപ്പുണ്ട്, കമ്പിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു മഗ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കോരി പെതിയെന്ന് കളയാം. ജസ്റ്റ് കോരി വേസ്റ്റൊക്കെ നമുക്കിതേപോലെ കളയാം. കണ്ടോ, ഇതേപോലെ നമുക്ക് കോരി കളയാം. അപ്പം മണ്ടയ്ക്ക് ഉണ്ടായിരുന്ന ചെറിയ പൊടി വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായലാണ്. നമ്മൾ നേരത്തെ ഇവിടെ കുറച്ച് പായലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പായൽ നമുക്ക് നേരെ ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതങ്ങ് നമുക്ക് നേരെ അങ്ങ് ഇതിലേക്ക് അങ്ങ് ഇറക്കി കൊടുക്കാം. ഇത് കുറച്ച് നമ്മളിവിടെ മാറ്റി വെച്ചാണ്, നേരത്തെ നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കുറേ നമ്മൾ കളയുകയും ചെയ്തു. അപ്പോൾ കുറച്ച് ഇതിനകത്ത് കിടക്കട്ടെ എന്ന് വെച്ചു. കാരണം ഇതുള്ളത് ശരിക്കും പറഞ്ഞ ഒരു ഭംഗിയാണ് നമ്മുടെ ഈ ഒരു ടാങ്ക് കാണാൻ തന്നെ. അപ്പോൾ നമ്മുടെ പായലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീനെ ഇറക്കി വിടേണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ കലക്കറി നമ്മൾ മീനെ ഇറക്കി വിടുന്നില്ല. അപ്പോൾ 2 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് മീനയും കാര്യങ്ങളൊക്കെ ഇറക്കി വിടാം. അപ്പോൾ നമ്മൾ വാങ്ങിച്ച മീനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ വാങ്ങിച്ച മീനെയും കൂടെ നമ്മൾ കാണിച്ചു തരാമെന്ന് വെച്ചു. കാരണം നമ്മൾ മീനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ബക്കറ്റിലേക്ക് മാറ്റിയിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സാധാ നമ്മൾ വാങ്ങിക്കുന്ന ടിപ്പിക്കലായിട്ടുള്ള നമ്മുടെ പ്ലാറ്റി, പിന്നെ ഗോൾഡൻ മോളി എന്ന് പറഞ്ഞൊരു മീനുകളെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഈ ഒരു ടാങ്കിൽ മറ്റേടത്ത് ഗപ്പിയാണെങ്കിൽ ഇവിടെ ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മീനുകളെ വാങ്ങിച്ചത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു 4 പ്ലാറ്റി, പിന്നെ ഒരു പേര് മറ്റേ ഗോൾഡൻ മോളി, അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. എനിക്ക് പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം അതാണെന്ന് തോന്നുന്നു. അപ്പം അതിലൊരു പേരും വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരെ നമുക്ക് തൽക്കാലത്തേക്ക് വേറൊരു ബക്കറ്റിലേക്ക് ഇറക്കി വിടണം. അപ്പം കുറച്ച് നേരത്തേക്ക് അവരുടെ ആ ഒരു ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റാക്കാൻ നമുക്ക് ആ ഒരു ബക്കറ്റിലേക്ക് ഇറക്കി വിടാം. അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ ഈ ഒരു ടാങ്ക് ഫുള്ള് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇവരെ അതിലോട്ട് ഇറക്കി വിടത്തുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അടുത്തൊരു നെറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. കാരണം ഇനി ഇവരിട്ട് കഴിഞ്ഞാൽ ഈ വേറെ കൊക്കിൻ്റെ ശല്യമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു നെറ്റൊക്കെ വാങ്ങിക്കണം. പിന്നെ നമ്മൾ ഇവരെയൊക്കെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ പുറകെ നമ്മൾ ഇടുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ഇവനെ കൊണ്ട് ബക്കറ്റിലേക്ക് ഇടാം. അപ്പോൾ ഈ കാണുന്ന ബക്കറ്റിൽ നമ്മൾ കുറച്ച് വെള്ളം പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ആ ഒരു മീനെ നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒന്ന് ഇറക്കി വിടുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊരു കെട്ട് പൊട്ടിച്ച് ഇവരെ ഇതിനകത്തോട്ട് റിലീസ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ആ ഒരു ടാങ്കിലെ ഫുള്ള് വെള്ളം ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞ് നമ്മൾ ഈ ഒരു മീനെ അതിലോട്ട് മാറ്റുന്നതായിരിക്കും. അങ്ങനെ എന്തായാലും നമ്മുടെ മീനെ നമ്മൾ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഒരു ഫിഷ് ടാങ്ക് ഫുള്ള് റീസെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ നേരത്തെ നമ്മുടെ ഇത് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ ഒരു റിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്കിലെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ആ ഒരു മീനെ ഒക്കെ ഇറക്കി വിടണം. എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം.